ഞാൻ മൂന്നാമത്തെ ഒരു കാര്യത്തിലേക്ക് കൂടി ഈ ചർച്ചയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയങ്ങളിലൊന്നാണ്. അത് നമ്മൾ സർക്കാരുമായി പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് ഒരു മന്ത്രി അത് പറഞ്ഞോളൂ. ഞാൻ ആദ്യം പറയാൻ വന്നത് ഈ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇടുക്കിയിലെ ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ഒരുപക്ഷെ എല്ലാവരും ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ. 2014 മെഗാ കാർ പാർക്കുമായി ബന്ധപ്പെട്ട് കുമളിയിൽ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഒരു ഇടക്കാല അപേക്ഷയിലൂടെ അല്ലെ ഹർജിയിലൂടെ തമിഴ്നാട് ചോദ്യം ചെയ്തത്. അവിടെ ഉണ്ടായ വിഷയം എന്താ? ഇത് ലീസ് എഗ്രിമെൻറ്റിനകത്താണ്, അനുവദിച്ചുകൂടാ. കോടതി സർവേ ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ഇത് കൃത്യതയോടുകൂടി വ്യക്തത വരുത്തി റിപ്പോർട്ട് തരണം. സർവേ ഓഫ് ഇന്ത്യ ആ നടപടി പൂർത്തീകരിച്ച് കോടതിയെ അറിയിച്ചു. കോടതി കണ്ടത് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ ഇത് ലീസ് എഗ്രിമെൻ്റ് ഏരിയയ്ക്ക് വെളിയിലാണ്. അതുമായി ബന്ധപ്പെട്ട് വേറെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ നമ്മളൊരു 11 കാര്യങ്ങൾ കോടതിയിൽ ഒരു ഇടക്കാല ഹർജിയിലൂടെ ബോധ്യപ്പെടുത്തി. അതിൽ ഏറ്റവും നമ്പർ 1 ഈ നമ്മുടെ ഈ ലീസ് എഗ്രിമെൻറ്റ് പുനഃപരിശോധിക്കണം എന്നുള്ളതായിരുന്നു. ഇത് കണക്കാക്കിയ കോടതി തന്നെ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ലീസ് എഗ്രിമെൻറ്റ് പുനഃപരിശോധിക്കേണ്ടി വരില്ലേ എന്ന ഒരു നിരീക്ഷണം ആദ്യമായിട്ടാണ് മുല്ലപ്പെരിയാർ കേസിൽ രൂപപ്പെടുന്നത് എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ ഭാഗമായി ഈ വരുന്ന സെപ്റ്റംബർ മാസം 30 ഇരു സംസ്ഥാനങ്ങളോടും ഈ 11 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനോ അപ്ഡേറ്റ് കൊടുക്കാനോ കോടതി പറഞ്ഞിരിക്കുന്ന സ്ഥിതി വരെ ഇപ്പോൾ എത്തി നിൽക്കുന്നു. അപ്പോൾ ഈ നാൾ വരികളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ കേസിൽ ഒരു പോസിറ്റീവായ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായ സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. കറക്റ്റ്. തീർച്ചയായിട്ടും ആ സാഹചര്യവും നമുക്കിപ്പോൾ ഉരുത്തിരിഞ്ഞൊരു പുതിയ രാഷ്ട്രീയ സാഹചര്യമുണ്ടല്ലോ. സ്റ്റാലിനും പിണറായിയും LDFും DMKയും ആ രാഷ്ട്രീയ സമവായം ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതല്ലേ. ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ ഇങ്ങനെ തമിഴ്നാട് സർക്കാർ അഫിഡവിറ്റ് കൊടുക്കുന്നതിന് മുൻപ് നമുക്ക് ഈ വിഷയത്തിൽ തമിഴ്നാട് സർക്കാരുമായി ഒരു ചർച്ച സാധ്യമാകുമോ? ഒരു സമവായ ചർച്ച സാധ്യമാക്കി തമിഴ്നാടിനെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരെ അല്ലെങ്കിലുള്ള പ്രശ്നം അവിടെ അവർ കൊടുക്കുന്ന അഫിഡവിറ്റ് തമിഴ്നാടിൻ്റെ മാത്രം താല്പര്യം മുൻനിർത്തിയായിരിക്കും. ഡാം വേണ്ട എന്നൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള നിലപാടായിരിക്കും അവരെടുക്കുക. കാരണം അവരെ സംബന്ധിച്ച് ലീസ് എഗ്രിമെൻറ്റിൻ്റെ പ്രശ്നമുണ്ട്. ഒരു പുതിയ ഡാം വന്നു കഴിഞ്ഞാൽ 1886 ആ ലീസ് എഗ്രിമെൻറ്റ് നിലനിൽക്കില്ല. അതവരെ സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കും. പുതുതായിട്ട് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം തരേണ്ടി വരും. അതൊക്കെ തമിഴ്നാട്ടുകാരെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആശങ്കയ്ക്കൊന്നും അടിസ്ഥാനമില്ലെന്നും ഇപ്പോഴുള്ള ലീസ് എഗ്രിമെൻറ്റിൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാമെന്നും അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പല തട്ടുകളിലുള്ള ചർച്ച തുടങ്ങി വെക്കാവുന്നതല്ലേ എന്നതാണ് ചോദ്യം. ഉറപ്പായിട്ടും അതാണല്ലോ ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. നിയമപരമായിട്ടും കോടതിക്ക് വെളിയിലും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിന് ലഭ്യമായ എല്ലാ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്താൻ ഗവൺമെൻറ് തയ്യാറാകും. അത് ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ ഇത് കോടതി പറഞ്ഞൊരു കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വെരി ഗുഡ് കേസിന്റെ നടത്തിപ്പ് ഒരു ഘടകമാണല്ലോ അരുണേ. 2006 സുപ്രീം കോടതി പറഞ്ഞതാണല്ലോ ആദ്യം കണ്ട വിധി. തമിഴ്നാട് ഗവൺമെന്റിന് അനുകൂലമായി എന്ത് വേണേൽ പറയത്തില്ലെങ്കിലും 142 അടി വരെ വെള്ളം പിടിക്കാം. ഡാം സ്ട്രെങ്തൈൻ ചെയ്തതിന് ശേഷം അത് 152 അടി വരെ ഉയർത്താം. ഇതായിരുന്നല്ലോ കണ്ടത്. 2014 ശരി പിന്നീട് കോടതി മറ്റൊരു നിരീക്ഷണത്തിലേക്ക് വരുന്നത്. 2006 വിധി ശരിവെക്കുകയും എന്നാൽ ഒരു സൂപ്പർവൈസറി കമ്മിറ്റി രൂപപ്പെടുത്താൻ അതിൽ കേരളത്തിൻ്റെയും കൂടെ പ്രതിനിധി ഉണ്ടാകണം എന്ന നിലയിൽ ഒരു സൂപ്പർവൈസറി കമ്മിറ്റി രൂപപ്പെട്ടത് അതിനുശേഷമാണ്. അപ്പോൾ 2006 തൊട്ട് 2014 വരെയുള്ള ഘട്ടം നമുക്കതിനകത്ത് ഒരു ബന്ധവും ഇല്ലായിരുന്നു. അതൊക്കെ കേസിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ പറഞ്ഞതാണ് പ്രസക്തം. ഔട്ട് ഓഫ് കോർട്ട് ഡിസ്കഷൻസ് നമുക്ക് പല വിധത്തിലാകാം. ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആകാം, യൂണിയൻ ഗവൺമെൻറ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ആകാം, പാർലമെന്റിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കാം. അപ്പൊ അത് ഞാൻ ആദ്യമേ തന്നെ ചർച്ചയുടെ തുടക്കത്തിലാവാം. കർഷകരുടെ കൂട്ടായ്മകൾ വഴിയുള്ളതാവാം. അതിന് സാധ്യമായ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊപ്പം ഉണ്ട്. നമ്മുടെ അങ്ങേക്ക് അറിയാവുന്ന പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെയിംസ്. അല്ലേ ശ്രീ ജെയിംസ്, മന്ത്രിയോട് എന്താ പറയാനുള്ളത്? മന്ത്രി ഞാൻ ആ സമരപന്തലിൽ അരുൺ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ചേർന്നായിരുന്നു. അപ്പം നമ്മൾ അനുകൂലമായൊരു തീരുമാനമാണ് നമ്മൾ എടുത്തിട്ട് പോകുന്നത്. അപ്പം കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും, അതാണ്
നമ്മുടെ മന്ത്രിസഭയുടെ തീരുമാനം തന്നെ. മിനിസ്റ്റർ ഒരു കാര്യം സംബന്ധിച്ചിട്ടുണ്ട്, അതായത് കോടതിക്ക് പുറത്തുള്ള ചർച്ചകൾ തുടങ്ങി വെക്കാൻ പോവുകയാണ്. അല്ലേ? അതിപ്പോൾ എം പി തലത്തിലാണെങ്കിലും ശരി, സർക്കാർ തലത്തിലാണെങ്കിലും ശരി, അത് വേണം. അത് നിങ്ങൾ സ്വാഗതം ചെയ്യുക. തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുകയാണ്. അത് അത്തരത്തിലൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മുന്നോട്ട് നടപടി ഉണ്ടാവുള്ളൂ. മിനിസ്റ്റർ അത് ആ ഒരു ആവശ്യത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും മിനിസ്റ്ററോട് എന്താ പറയുക? തീർച്ചയായിട്ടും കേരളത്തിലെ പുതിയ ഡാം ഉണ്ടാകണം. തമിഴ്നാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് ഇവിടെ വെള്ളം ലഭ്യമാകും വേണം. കേരളത്തിലെ 35 ലക്ഷം ജനങ്ങളുടെ ജീവനും ഇവിടെ സംരക്ഷിക്കുകയും വേണം. അതാണ് ഈ നാട്ടിൽ എന്താ മിനിസ്റ്ററോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും അതായത് തമിഴ്നാടിന് ആവശ്യമായ ജലവും നമ്മുടെ തീരദേശവാസികൾക്ക്, നമ്മുടെ ഉപ്പുതറ അയ്യപ്പൻകോവിൽ, അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലുള്ള ബാക്കിയുള്ള പഞ്ചായത്തുകളിലുള്ള ജനങ്ങളുടെ ജീവന് ഏറ്റവും കൂടുതൽ സുരക്ഷിതവുമാണ് ഇവിടെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മിനിസ്റ്റർ ലൈവിലുണ്ട്. സമരസമിതി ചെയർമാൻ പേര്? നമസ്കാരം. എൻ്റെ പേര് മോഹൻദാസ്. മോഹൻദാസ് മിനിസ്റ്റർ നമുക്കൊപ്പമുണ്ട്. അങ്ങേക്ക് അറിയാമല്ലോ, മിനിസ്റ്റർക്ക് അങ്ങേയും അറിയാം. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മിനിസ്റ്റർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട്, ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഉരുത്തിരിക്കുമെന്ന ഒരു ആശയങ്ങളിലൊന്ന് നേരത്തെ ഞങ്ങൾ ഉന്നയിക്കുന്നതാണ്. കോടതിക്ക് പുറത്തൊരു ചർച്ചയ്ക്കുള്ള കളമൊരുങ്ങണം. അത് സർക്കാർ ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു. പല തട്ടുകളിൽ ഇത് നടത്താമെന്നാണ്. എന്താണ് അങ്ങേക്ക് മിനിസ്റ്ററോട് പറയുന്നത്? തീർച്ചയായും ആ അഭിപ്രായത്തോട് സർവാത്മന ഞങ്ങൾ യോജിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ പല പ്രാവശ്യം ഇതേ ആശയം തന്നെ എല്ലാവരോടും വേണ്ടപ്പെട്ടവരൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളിത് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. സമവായത്തിലൂടെ മാത്രം തുടക്കം എന്ന നിലയിൽ അത് എങ്ങനെയാവണം എന്നാണ് നിങ്ങളുടെ നിർദ്ദേശം? ഞങ്ങളുടെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാരെ, കേരളത്തിലെ ആളുകൾ അത്ര പെട്ടെന്ന് വയലൻ്റ് ആകുകയില്ല. പക്ഷേ തമിഴ്നാട്ടിൽ പ്രശ്നം വേറെ ഉണ്ടാവും. പലപ്പോഴും ഞങ്ങൾ സമരമൊക്കെ ഇവിടെ നടത്തുന്ന സമയത്ത് തമിഴ്നാട്ടിൽ പ്രശ്നങ്ങളുണ്ടായി, വലിയ പ്രശ്നങ്ങളുണ്ടായി, സമരമൊക്കെ കുറച്ച് താത്തു നിർത്തേണ്ട അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പോൾ തമിഴ്നാട്ടിലെ ആളുകളെ ആദ്യം കൺവിൻസ് ചെയ്യണം. അതിന് എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള വഴി? തീർച്ചയായും വഴി എന്ന് പറയുന്നത് തമിഴ്നാടിന് ഞങ്ങളുടെ എപ്പോഴും പറയുന്ന കാര്യം തമിഴ്നാടിന് ജലം കൊടുക്കുക തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സമരസമിതി എപ്പോഴും ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് തമിഴ്നാടിന് ജലം. ഒപ്പം ഈ തമിഴ്നാട്ടിലെ മുല്ലപ്പെരിയാർ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളും നിങ്ങളും തമ്മിലൊരു ചർച്ച ഈ ഘട്ടത്തിൽ സാധ്യമാണോ? ചർച്ച ഞങ്ങൾ ആദ്യം നടത്തിയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും സാധ്യമാണത്. അപ്പോൾ അത് നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങണമല്ലോ. അത് തുടങ്ങണം. പ്രശ്നം രമ്യമായി പരിഹരിക്കണം. മിനിസ്റ്റർ